നബിയുൻ യഅലമു മാ ഫീ ഗദി വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. ശരിക്കും മനസ്സിലാക്കി. എന്താ കുട്ടികൾ പാടിയത്? ഞങ്ങൾക്കൊരു പടച്ചോനുണ്ട് എന്നല്ല, ഞങ്ങൾക്കൊരു ഇലാഹുണ്ട് എന്നല്ല, പിന്നെന്താ പറഞ്ഞത്? വഫീനാ നബിയുൻ, ഞങ്ങളിൽ ഒരു പ്രവാചകനുണ്ട്, ഞങ്ങളിൽ ഒരു നബിയുണ്ട്. എന്താണ് ആ നബിയുടെ പ്രത്യേകത? യഅലമു മാ ഫീ ഗദി, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ അഥവാ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. കുട്ടികൾ പാട്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ഒരു കസേരക്കെട്ട് ഇങ്ങനെ ചാരിയിരുന്ന് വളരെ ആവേശത്തിലാ, എന്നെപ്പറ്റി നല്ല മൗലൂദാ നടക്കുന്നത്, എന്നെപ്പറ്റി ഈ കുട്ടികളൊക്കെ നല്ല പാട്ടാ പാടുന്നത്, വരൂ മക്കളെ എല്ലാവർക്കും എന്റെ വക ഒരു പ്രൈസ്, ഒരു സമ്മാനം എന്ന് പറഞ്ഞ് കുട്ടികളെ വിളിച്ചുകൊണ്ട് പുറത്ത് തട്ടി ആശംസ പറഞ്ഞോ? ഇല്ല, ഇല്ല. പിന്നെ എന്താ ചെയ്തത്? ആ കുഞ്ഞുമക്കളെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സ്നേഹത്തോടെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അരുത് മക്കളെ, നിങ്ങൾ ഈ വരി ഇനി മേലാൽ പാടിപ്പോകരുത്, ഈ വരി ഇനി പാടരുത്. ഏത് വരി? വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് ഇനി നിങ്ങൾ പാടരുത്. എന്താ കാരണം? എന്താ കാരണം? അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. നബിയെ പറയൂ, ആകാശഭൂമികളിലുള്ള ആരും തന്നെ മറഞ്ഞ കാര്യം അറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. മറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്നവൻ അല്ല മാത്രാണ്, അത് എനിക്കും അറിയും എന്ന് നിങ്ങൾ പാടരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുക്കുന്നത്. നോക്കൂ, ഒരാളെക്കുറിച്ച് വിശ്വസിക്കേണ്ടുന്നതിന്റെ അപ്പുറം വിശ്വസിച്ചാൽ, പരിധി വിട്ട് പ്രശംസിച്ചാൽ, പരിധി വിട്ട് പുകഴ്ത്തിയാൽ അത് ശിർക്കിലേക്കും വിശ്വാസരംഗത്തുള്ള അധപ്പതനത്തിലേക്കും എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കുകയാണ്. അപ്പോ ഇന്നും പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആളുകളെക്കുറിച്ച് അമിതമായ പ്രശംസകൾ പറഞ്ഞിട്ടാണ് അവരെ ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളെ കാണുന്നില്ലേ, അങ്ങ് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ലേ, അങ്ങ് ഞങ്ങളുടെ മനസ്സറിയുന്നില്ലേ, നബിയെ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളുടെ കൈപിടിക്കണേ എന്നതാ ആയിരങ്ങളെ വിളിച്ചുകൂട്ടിയിട്ടുള്ള സ്വലാത്ത് മജ്‌ലിസുകളിൽ വെച്ചുകൊണ്ട് ഇപ്പോഴും ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശിർക്കായ പ്രാർത്ഥനയാണ്, ഇത് തെറ്റായ ദുആയാണ്. ഈ രൂപത്തിലതാ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക്, ശിർക്കിലേക്ക് ശൈത്താൻ തള്ളിവിടാൻ നൂഹ് നബി അലൈഹിസ്സലാം വരുന്ന കാലത്ത് ചെയ്താതെ പണി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ ദുർബോധനം നൽകിയിട്ട് അതാ ജനങ്ങളോട് ചില പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ എത്രത്തോളം പറയുന്നു, നമ്മളിതാ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുകയല്ലേ, അതാ ഹജ്ജിന്റെ മാസമല്ലേ, ഹജ്ജിന് ആളുകൾ പോകുന്നത് ആണ്ട് നേർച്ചക്കാണ് പോലും, അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയാണത്രേ ഹജ്ജ്, അന്താരാഷ്ട്ര ഉറൂസാണത്രേ ഹജ്ജ്. പ്രിയപ്പെട്ട മുസ്ലിമേ, ശൈത്താൻ നടത്തിയ ദുർബോധനത്തിന്റെ ഫലമായി ചിലർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. മക്കയിലും മദീനയിലുമൊക്കെ ആണ്ട് നേർച്ചയുണ്ടോ എന്ന ചോദ്യത്തിന് ചിലരതാ ഉത്തരം പറഞ്ഞത് ഉണ്ട്. മക്കയിലതാ ഹജ്ജ് ആണ്ട് നേർച്ചയല്ലേ, അവിടെ കൊടികുത്തുണ്ടോ, കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പിന്നല്ലാതെ മിനായിൽ ഏതെല്ലാം രാഷ്ട്രങ്ങളുടെ കൊടിയാണ് കുത്തുന്നത്, ഏതെല്ലാം രാജ്യങ്ങളുടെ കൊടിയാണ് കുത്തുന്നത്. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഉറൂസ് തന്നെ, ഇന്റർനാഷണൽ ആണ്ട് നേർച്ച തന്നെ. നിങ്ങൾ ചിന്തിച്ചു, ശൈത്താൻ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നതിന്റെ സാമ്പിളാത് ഈ ആധുനിക കാലഘട്ടത്തിലും.
അപ്പൊ ഉറൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഖബർ കെട്ടിപ്പടുക്കുക, അതിന്മേൽ പട്ടുമൂടുക, അവിടെ വിളക്ക് കൊളുത്തുക, അവരോട് പ്രാർത്ഥിക്കുക, ആ ഖബർ ചുംബിക്കുക, അതിനെ ചുറ്റും തവാഫ് ചെയ്യുക, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ഉള്ളാളത്തതാ സയ്യിദ് മദനിക്ക് വേണ്ടി അതാ ആടുകളെ, നൂറുകണക്കിന് ആടുകളെ ബലിയർക്കുന്നു. അതുപോലെ തന്നെ ഉള്ളാൾ ഉറൂസിന് അതുപോലെയുള്ള പല ഉറൂസുകളിലും അതാ ഖബർ തൊട്ടുമുത്തുന്നു, ചുംബിക്കുന്നു, അവയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു, പട്ടുകൊണ്ട് ആ ഖബർ മൂടുന്നു, അവിടെ വിളക്ക് കൊളുത്തുന്നു, അവരെ വിളിച്ച് തേടുന്നു, അവിടെ പോയി പൊട്ടിക്കരയുന്നു, അവിടെ പോയി ആഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ്, ഈ ഉറൂസാണ്. ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഹാജറ ബീവിയുടെ ഒക്കെ ഉറൂസും ആണ്ട് നേർച്ചയുമാണ് മക്കത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന ഹാജി എന്താണ്? ഇബ്രാഹിം നബിയേ, ഇസ്മായിൽ നബിയേ, ഓ ഹാജറ ബീവി, എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടിയാൽ ഈ വിഭാഗത്തിന് അത്തരം ആളുകളെ കുറിച്ച് എതിര് പറയാൻ സാധ്യമല്ല. കാരണം അവര് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയാണ്. എന്നാ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോയിട്ടുള്ള എത്രയോ ആളുകളില്ലേ ഇവിടെ? പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളില്ലേ? അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നാം അവിടെ നിർവഹിക്കേണ്ടുന്ന ഇബാദത്തുകളിൽ, നാം അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകളിൽ, നാം അവിടെ നിർവഹിക്കേണ്ടുന്ന നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും ഒരു നടപടിക്രമത്തിന്റെ കൂട്ടത്തിൽ യാ ഇബ്രാഹീം, യാ ഇസ്മായിൽ, യാ ഹാജറ എന്ന് വിളിച്ചുകൊണ്ട് തേടുന്ന ഒരു തേട്ടം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? കാണാൻ സാധ്യമല്ല. ഇനി അതല്ലെങ്കിൽ ബിഹഖ് ഇബ്രാഹിം അലൈഹിസ്സലാം, ബിഹഖ് ഇസ്മായിൽ അലൈഹിസ്സലാം, ബിജാഹി ഹാജറ റളിയല്ലാഹു അൻഹാ എന്നിങ്ങനെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ ഇവരെയൊക്കെ വിളിച്ച് എടതേടുന്ന ഒരു പ്രാർത്ഥനയെങ്കിലും അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെയാണ് ഹജ്ജ് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞത്, ഹജ്ജ് ഉറൂസാണെന്ന് പറഞ്ഞത്? ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര്, നമ്മുടെ സഹോദരീ സഹോദരന്മാര് അവരതാ ആരോഗ്യം വകവെക്കാതെ പോലും പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് പോയിട്ട് ഹജ്ജ് ചെയ്യുമ്പോ അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ പോലും മടിയില്ലാത്ത ആളുകൾ വളർന്നു വന്നാൽ ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുന്നു, മുസ്ലിമീങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു. സ്വർഗത്തിലെത്തണോ? സ്വർഗപാതയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ തടസ്സം ശിർക്കാണ്. ശിർക്ക് ചെയ്യിപ്പിക്കാനാണ് ഇബ്ലീസ് ശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ശ്രദ്ധയുണ്ടാകേണ്ടത് അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കരുത്, അള്ളാഹിന്റെ മുമ്പിലല്ലാതെ സുജൂദ് ചെയ്യരുത്, അള്ളാഹിന്റെ പേരിലല്ലാതെ സത്യം ചെയ്ത് പറയരുത്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ബലിയർപ്പണം നടത്തരുത്, റബ്ബിന് വേണ്ടിയല്ലാതെ വഴിപാട് നൽകിക്കൂടാ. അവനാണ് നമ്മുടെ രക്ഷകൻ, അവനാണ് നമുക്ക് എന്തും നൽകുന്നവൻ. അവൻ നൽകിയത് മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല, അവൻ മുടക്കിയത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല. എല്ലാ നിഅമത്തിന്റെയും ഉറവിടം വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹി. നിങ്ങൾക്ക് കിട്ടുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഓരോ സെക്കൻഡിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ട്. ശ്വസിക്കുന്ന വായുവില്ലേ, നമ്മൾ തലോടി പോകുന്ന കാറ്റില്ലേ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴയില്ലേ, നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളില്ലേ, ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സർവ്വ നിഅമത്തും റബ്ബിൽ നിന്ന് മാത്രമാണെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്ന എല്ലാ പ്രാർത്ഥനകളും റബ്ബിലേക്ക് മാത്രമല്ലാതെ ഉയർത്താൻ പാടില്ല. അവനിലേക്കല്ലാതെ കരങ്ങൾ ഉയർത്തിക്കൂടാ. ഇതെന്റെ മുസ്ലിമീങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളണം. ഇതിൽ നിന്ന് തെറ്റിയാൽ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് പോകില്ല കേട്ടോ. ഇതിൽ പിടുത്തം വിട്ട് കഴിഞ്ഞ് മനുഷ്യൻ ഇതേ നിലയ്ക്ക് തന്നെ മരിച്ചുപോയി കഴിഞ്ഞാൽ അവന് സ്വർഗം ഹറാമാണെന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ
തുടക്കത്തിലെ ആയത്തോതി കേൾപ്പിച്ചില്ലേ? അതുകൊണ്ട് സ്വർഗപാതയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സർവ്വ മുസ്ലിമും ഗൗരവത്തോടെ ഭയപ്പെടേണ്ടത് ശിർക്കെന്ന പാതകത്തെയാണ്. അതേപോലെ പ്രിയപ്പെട്ടവരെ, ശൈത്താൻ ശ്രമിക്കുന്ന മറ്റൊരു പണി എന്താണ്? ശൈത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തിൽ ചെയ്യുന്ന അടുത്ത പണി എന്താണ്? അതാ മനുഷ്യരുടെ കാണിക്കാൻ പാടില്ലാത്ത നഗ്നത, കാണിക്കാൻ പാടില്ലാത്ത ഔറത്ത് പരസ്യമായി ആളുകളുടെ മുമ്പിൽ കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തലാണ് ചെകുത്താൻ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം. ശരിക്കും മനസ്സിലാക്കിക്കോ. ശൈത്താൻ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനം എന്താണ്? ആളുകൾ കാണാൻ പാടില്ലാത്ത ഔറത്ത്, നഗ്നത വെളിവാക്കുക. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും സംബന്ധിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറയുന്നുണ്ട്, ശൈത്താന്റെ ദുർബോധനത്തിൽപ്പെട്ടപ്പോ അവരുടെ നഗ്നത വെളിവായിപ്പോയി. അങ്ങനെ അവർ നാണം മറച്ചു. സ്വർഗീയ ഇലകൾ കൊണ്ടവർ നാണം മറച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അവരുടെ അരുതാത്ത ഭാഗങ്ങൾ പുറമേക്ക് പ്രദർശിപ്പിക്കാൻ കാരണമാക്കിയത് ശൈത്താനാണ്. ശൈത്താനാ ജോലി ഇന്നും തുടരുകയാണ്. ഞാനും നിങ്ങളും സ്വർഗത്തിലെത്താതിരിക്കാൻ, മാനവ സമൂഹത്തിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിന്റെ മുമ്പിൽ തടസ്സമിടാൻ ശൈത്താൻ കാണുന്ന മറ്റൊരു തന്ത്രം എന്താണെന്നോ? അത് മനുഷ്യരുടെ നഗ്നത വെളിവാക്കലാണ്. അതാണ് ലോകത്ത് വ്യഭിചാരമുണ്ടാകാൻ കാരണം. ലോകത്ത് വ്യഭിചാരത്തിന്റെ കവാടങ്ങൾ മുഴുവൻ തുറന്നിടുന്നു ഇബ്ലീസ്. ഇസ്ലാം പറയുന്നു, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്, അത് വളരെ നീചമായ പ്രവൃത്തിയാണ്. വ്യഭിചാരം അത് വളരെ നീചമാണ്. സിന. ഇസ്ലാം വ്യഭിചരിക്കരുതെന്ന് മാത്രമാണോ പറഞ്ഞത്? അല്ല, അതിലേക്ക് അടുക്കരുത് എന്നാണ്. അതിലേക്ക് അടുക്കുന്ന കവാടങ്ങൾ മുഴുവൻ ഇസ്ലാം കൊട്ടിയടച്ചു. ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് ഒരു ദിവസം പെട്ടെന്ന് ചെന്ന് ചാടുന്നതല്ല. ആരെങ്കിലും അങ്ങനെ പറയോ? ഒരാൾ പെട്ടെന്ന് ദിവസമാണ് വ്യഭിചരിക്കല? അല്ല. അതിലേക്ക് എത്തുന്ന ചില സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മനുഷ്യൻ സിന എന്ന് പറയുന്ന ഫാഹിഷത്തിൽ എത്തിച്ചേരുക. അതിന്റെ ആദ്യത്തെ കവാടം എന്താണ്? അരുതാത്ത നോട്ടം. അരുതാത്ത നോട്ടത്തിലാണ് ആദ്യ തുടക്കം. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. അടുത്ത ആയത്തിൽ പറയുന്നു, വകുല്ലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. തുടർന്നുകൊണ്ട് വിശദമായി തന്നെ പറയുന്നു. നബിയെ പറയൂ, ആരോട്? സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയൂ. എന്താ അവരോട് പറയേണ്ടത്? യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അങ്ങനെ അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അതേ അല്ലാഹ് തന്നെ തൊട്ടടുത്തായത്തിൽ പറയുന്നു, വകുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയൂ നബിയേ, യഗ്ളുന, അവരും താഴ്ത്തട്ടെ, മിൻ അബ്സാരിഹിന്ന, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, വയഹ്ഫദുന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ ഭംഗിയും അവരുടെ അലങ്കാരവും അവരുടെ മോടിയുമൊന്നും അവര് വെളിവാക്കാതിരിക്കുകയും ചെയ്യട്ടെ. എത്ര സുന്ദരമായ കൽപ്പന, എത്ര ഉന്നതമായ കൽപ്പന. സ്വർഗത്തിലേക്ക് എത്തിക്കാൻ, സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പുരുഷനോടും സ്ത്രീയോടും ശൈത്താൻ ദുർബോധനം നടത്തിയിട്ട് എന്ത് പറയും? അതിലൊന്നും അത്ര കാര്യമില്ല പെണ്ണേ, നിന്റെ ഔറത്ത് വെളിവാക്കുകയാണ് വേണ്ടത്. നീ ദുനിയാവിൽ ഇങ്ങനെ മൂടിപ്പുതച്ച് നടക്കേണ്ടവളല്ല. നിന്റെ സൗന്ദര്യം ഒരു നാലാള് കണ്ടിട്ട് അവര് നിന്നിലേക്ക് ആകർഷിക്കട്ടെ, നിന്റെ സൗന്ദര്യം ഒന്ന് കണ്ടോട്ടെ എന്നും പറഞ്ഞ് പെണ്ണുങ്ങളെ കൊണ്ടതാ, സ്ത്രീകളെ കൊണ്ടതാ ഇസ്ലാം വെറുക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനത്തിന് വേണ്ടി ഇബ്ലീസ് ദുർബോധനം നടത്തി.
നടത്തുന്നു. പെട്ടുപോകരുത് ഉമ്മമാരെ, പെട്ടുപോകരുത് സഹോദരിമാരെ, പെടാൻ അനുവദിച്ചു പോകരുത് പ്രിയപ്പെട്ട ഉപ്പമാരെ. നമ്മുടെ മക്കളെ സൂക്ഷിക്കണ്ടേ, ഭാര്യമാരെ സൂക്ഷിക്കണ്ടേ, പെങ്ങന്മാരെ സൂക്ഷിക്കണ്ടേ. അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുടെ ലിബാസ് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഔറത്ത് വെളിവാക്കിയിട്ട് ഇബ്ലീസിന് ഇഷ്ടപ്പെടുന്ന വേഷം ധരിച്ചിട്ട് അവള് പുറത്തു പോകുന്നുവോ? എങ്കിലെന്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്? സ്വർഗം വേണോ പ്രിയപ്പെട്ട മുസ്ലിമേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരോടും പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുന്നു. എന്താ അവിടുന്ന് പറയുന്നത്? അവിടുന്ന് ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. ഒരു വിഭാഗത്തെ അള്ളാന്റെ റസൂല് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആരാണവർ? സഹോദരിമാരെ, പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ പ്രത്യേകത എന്താണ്? കാസിയാത്ത്. അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആരിയാത്ത്, അവര് നഗ്നകളാണ്. വസ്ത്രം ഉടുത്ത നഗ്നകൾ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. മായിലാത്തുൻ മുമീലാത്തുൻ, കൊഞ്ചിക്കുഴഞ്ഞ് നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ. റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മായില, അതാ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ മുടിക്കെട്ടുകൾ വരെ പ്രത്യേകമായ രൂപത്തിൽ അവര് തലയിൽ ഇങ്ങനെ കെട്ടിവെച്ച് പ്രദർശനത്തിനിറങ്ങുന്ന പെണ്ണുങ്ങളില്ലേ. ലാ യദ്ഖുൽനൽ ജന്ന, പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിലേക്കുള്ള പാതയല്ലേ ഉമ്മമാരെ നമ്മുടെ വിഷയം? ആ പെണ്ണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അത് മാത്രമാണോ? അതിന്റെ പരിസരത്തേക്ക് പോലും അവരെ അടുപ്പിക്കൂല. വലാ യജിദ്ന റീഹഹാ. എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളുടെ ദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിനുള്ളത്. എങ്കിൽ അതിന്റെ എത്രയോ കാതങ്ങൾക്കപ്പുറം പോയി നിന്നാലും സ്വർഗത്തിന്റെ മണം കിട്ടും. ആ മണം കിട്ടുന്ന ദൂരത്തേക്ക് പോലും ഇപ്പെണ്ണിനെ അടുപ്പിക്കുന്നതല്ല. ഇപ്പെണ്ണിന് പ്രവേശനമില്ല. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ മുത്തുനബിയോട് സ്നേഹമുണ്ടോ ഉമ്മ? മുത്തുനബിയോട് സ്നേഹമുണ്ടോ പെങ്ങളെ? മുത്തുനബിയോട് ബഹുമാനമുണ്ടോ സഹോദരാ? എങ്ങനെ നമുക്ക് ധൈര്യം വരുന്നു ഈ വേഷവും ധരിച്ച് മക്കളെ പറഞ്ഞേക്കാൻ, ഈ വേഷവും ധരിച്ച് പുറത്തിറങ്ങാൻ, ഈ വേഷവും ധരിച്ച് പുറത്തേക്ക് ഇറക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു? സ്വർഗം വേണ്ടേ? സ്വർഗം വേണ്ടേ? നാളെ പരലോകത്ത് എത്തുമ്പോ ഓ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നമ്മുടെ ആശയുള്ളത്? സ്വർഗത്തിനല്ലേ. അതാ ഇബ്ലീസ് ചെയ്യുന്ന കുതന്ത്രം കൊണ്ട് പെണ്ണുങ്ങൾക്കതാ വളരെ ഫാഷൻ പർദ്ദകളാണ്. ശരീരം മുഴുവൻ ഒട്ടിപ്പിടിക്കുന്ന പർദ്ദ. ആ പർദ്ദ എത്ര അപായകരമാണ്! അപായകരമായ അപായകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ അപായ മൂടണമെങ്കിൽ വേറൊരു അപായ വേണ്ട ഗതികേടാണുള്ളത്. ഇതെന്ത് വേഷമാണ് പെങ്ങളെ? ഇതെന്ത് വേഷമാണ് സഹോദരി? നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്തണോ? അതാ ടൈറ്റ് ജീൻസും പാന്റുമൊക്കെ ധരിച്ചിട്ട്, ജീൻസും ടോപ്പുമൊക്കെ ധരിച്ചിട്ടതാ മുസ്ലിം പെൺകുട്ടികൾ വരെ കോളേജുകളിലേക്ക് പോകുന്നു. വൃത്തികെട്ട വേഷം ധരിച്ച് പുറത്തു പോകുന്നു. മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ അതാ മുതിർന്ന കുട്ടികളതാ പ്രായപൂർത്തിയെത്തിയ കാണാൻ ചന്തമുള്ള കുട്ടികളെ പോലും അതാ പല മാനേജ്മെന്റുകളും പറയുന്നതിൽ ലജ്ജയുണ്ട് പ്രിയപ്പെട്ടവരെ. പല സ്ഥലങ്ങളിലും അതാ മുസ്ലിം മാനേജ്മെന്റുകൾ അവര് പറയുന്നു ഞങ്ങൾ മുസ്ലിം നേതാക്കളാണെന്ന്. അവര് മാനേജ്മെന്റിൽ നടത്തുന്ന സ്കൂളുകളിൽ പോലും അതാ കുട്ടികൾക്ക് പർദ്ദയിടാൻ സ്വാതന്ത്ര്യമില്ല. അവര് ധരിക്കേണ്ടത് ചുരിദാറാണ്, അവര് ധരിക്കേണ്ടത് ഹാഫ് കൈ ഷർട്ടാണ്, അവര് തലയിൽ മക്കനെ ഇട്ടുകൂടാ,
അവര് പർദ്ദയൂരിയിട്ടല്ലാതെ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ഇല്ല. ഓ മുസ്ലിമേ, ഇതെന്ത് മുസ്ലിമിന്റെ സ്ഥാപനമാണ്? മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കാൻ ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ വേണോ? മുസ്ലിം പെൺകുട്ടിയതാ അവൾ വളർച്ചയെത്തിക്കഴിഞ്ഞാൽ അവൾ ശരീരം മറയുന്ന ലൂസായ വസ്ത്രം കൊണ്ട് അവൾ ശരീരത്തെ മറക്കേണ്ടുന്ന പെണ്ണിനെ അതാ യൂണിഫോം ഇങ്ങനെയാണ്, ഈ സ്കൂളിൽ കയറണമെങ്കിൽ നിന്റെ പർദ്ദ വേണ്ട, നിന്റെ അബായ വേണ്ട, നിന്റെ തട്ടം വേണ്ട, നിന്റെ ഫുൾ കൈ ഷർട്ട് വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ ഓ മുസ്ലിമേ, ഇതെങ്ങനെ ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കും? ചിന്തിക്കണം, വളരെയേറെ ആലോചിക്കണം. സ്വർഗത്തിലേക്ക് തടസ്സപ്പെടുത്താൻ എഡ്യൂക്കേഷന്റെ പേരിൽ തോന്യാസമോ പാടില്ല. ഒരൊറ്റ മുസ്ലിം മാനേജ്മെന്റും ആ തീരുമാനമെടുത്തുകൂടാ. അത് ധരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് മുസ്ലിം കുട്ടികൾ. അത് ആഗ്രഹിക്കുന്നവരെ തടഞ്ഞുകൂടാ. മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു അമുസ്ലിമിന് ആവേശത്തിൽ വരാം, ആർക്കും തർക്കമില്ല. പക്ഷേ ഒരു മുസ്ലിം, അത് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ എന്റെ സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ രൂപത്തിലേ പറ്റൂ എന്ന് പറയാൻ ഒരു യഥാർത്ഥ മുസ്ലിമിന് പാടില്ല. അവൻ അല്ലാഹു പഠിപ്പിച്ച, അവന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളല്ലാതെ സ്വീകരിച്ചുകൂടാ എന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, ഇന്നാളുകളുടെ കൈകളിൽ കുട്ടികളിലും വലിയവരിലുമൊക്കെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ പഠിക്കുന്നവരാകട്ടെ വീട്ടിന്റെ അകത്തിരിക്കുന്നവരാകട്ടെ ഓരോരുത്തരുടെയും കൈകളിൽ നിന്ന് മൊബൈലുകൾ എത്രയാണ് ഒരാൾക്ക് ആവശ്യത്തിന് ഒരു സിം കാർഡ് പോലെ. പക്ഷേ അതല്ലല്ലോ, മൊബൈലുകൾ വിവിധമാണ്. ഒരാൾക്ക് തന്നെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ചെറുപ്പക്കാരുടെ കൈകളിലൊക്കെ ഒരാൾക്കൊക്കെ 1, 2, 3, 4, 10 സിം കാർഡുകളാണ്. എന്തിനായത്? ഒന്ന് മെസ്സേജ് പാസ് ചെയ്യാൻ മാത്രം, ഒന്ന് കോളിംഗിന് മാത്രം, ഒന്ന് ബ്ലൂടൂത്ത് അയക്കാൻ മാത്രം, ഒന്ന് തന്റെ കാമുകനോട് സംസാരിക്കാൻ മാത്രം. ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾ മുസ്ലിമീങ്ങളിൽ പടരുന്നുവോ? എന്താണ് ഇസ്ലാം പറഞ്ഞത്? ഓ മുസ്ലിമേ, ഇത് തടയിടേണ്ടതില്ലേ? നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കേണ്ടതില്ലേ? ആലോചിച്ചു നോക്കൂ, ഇതിലൂടെയുള്ള എന്തെല്ലാം അപകടങ്ങളിലേക്കാണ് സമൂഹം എടുത്തു ചാടുന്നത്. അറിയാമോ എത്രത്തോളം ലോകം നശിച്ചു? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ അവിടുന്ന് പറഞ്ഞത് അതാ ലോകത്ത് വലിയ നാശം വരാൻ പോകുന്നു. ആണും പെണ്ണും തമ്മിലുള്ള എല്ലാ അതിർത്തികളും തകർക്കപ്പെടുകയാണ്. വഴിയിൽ വെച്ച് വരെ അതാ സ്വകാര്യമായി അവനവന്റെ ബെഡ്റൂമിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുനിരത്തിലും പാർക്കുകളിലും വെച്ച് ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന് രാജ്യത്ത് വന്നില്ലേ? ലോകവാർത്തകളിൽ അത് കേൾക്കുന്നില്ലേ? ലോകവാർത്തകളിൽ അത് ലൈവായി കാണിക്കുന്നില്ലേ? പ്രിയപ്പെട്ട മുസ്ലിമേ, ചിന്തിച്ചോ, അല്ലാഹുവിന്റെ റസൂലിലൂടെ നമുക്കല്ലാഹു പൂർത്തിയാക്കി തന്ന ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് നമ്മെ അകറ്റാനുള്ള ചെകുത്താന്റെ ശ്രമങ്ങളാണ് ഇന്നത്തെ മൊബൈൽ സംവിധാനങ്ങൾ. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്നത് മറന്നുകൊണ്ടല്ല, പക്ഷേ ഉപകാരത്തെക്കാളധികം ഉപദ്രവത്തിന് വേണ്ടിയാണ് ഇന്ന് മൊബൈലുകൾ ഉപയോഗപ്പെടുന്നതെങ്കിൽ അതൊഴിവാക്കിക്കോ, ആവശ്യം കണ്ടറിഞ്ഞു ചെയ്തോ. ഒരു പെണ്ണിനെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഒരാൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ പോയി കണ്ട് അവളെ ഇഷ്ടപ്പെട്ടാൽ നൽകുന്ന വിവാഹ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ എന്താണ്? നല്ല രൂപത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു മൊബൈൽ ഫോണും ഒരു സിം കാർഡും. നിക്കാഹൊന്നും കഴിഞ്ഞില്ല, ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ഉറപ്പിച്ച് പണ്ടൊക്കെ ഒരു വളയിടലും ഒരു മോതിരം കൊടുക്കലും ചിലയിടത്തൊരു മിഠായി കൊടുക്കലൊക്കെ ആയിരുന്നു. ഒന്നും പാടില്ല, ഒന്നും ഇസ്ലാമിലുള്ളതല്ല. പക്ഷേ ഇന്ന് അതൊക്കെ പരിഷ്കരിച്ച് ഏറ്റവും മുന്തിയ ഒരു മൊബൈലും ഒരു സിം കാർഡും. എന്നിട്ട് ഇവളിങ്ങനെ വിളി തുടങ്ങ. പിന്നെന്താ? ആരാ ഇവള്? എന്റെ ഭാര്യ, ഇവന്റെ പെങ്ങളാ, ഇവന്റെ ഉമ്മയാ? രൂപത്തിൽ അനാവശ്യമായ രൂപത്തിലേക്ക് സംവിധാനങ്ങൾ നീങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിൽ നിന്ന് അകറ്റും, ഇത് നരകത്തീയിലേക്ക് എത്തിക്കും. അനാവശ്യമായ വേഷവിധാനങ്ങൾ വീടുകളിലൊക്കെ അതാ, എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും അതാ സിനിമകളും സീരിയലുകളും ഗാനങ്ങളും മ്യൂസിക്കുകളും. കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ, ചെറുപ്പക്കാരും ഒക്കെ എല്ലാരോടും എന്തെങ്കിലും സംസാരിച്ചാൽ ഒന്നും അവിടെ കേൾക്കൂല. വെറുതെ അവരോട് വർത്താനം പറയാ. അവരേതോ ഒരു ലോകത്താ.
അവരുടെ കാതിൽ മുഴുവൻ സംഗീതം അടിച്ചുപൊളി തട്ടുപൊളിപ്പൻ സംഗീതമാണ്. അവരതിൽ മുഴുകിയിരിക്കുന്നു. അതിന്റെ അപകടം നിങ്ങൾ കേട്ടോ, അപകടം നിങ്ങൾ വായിച്ചോ? ഒരു മാസം മുമ്പ് പത്രത്തിൽ കണ്ടില്ലേ, 2 +2 പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ ട്രെയിൻ കയറി ചതഞ്ഞരഞ്ഞു മരിച്ചു. മുസ്ലിം കുട്ടികൾ. ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മുടെ മക്കൾ 2 മുസ്ലിം കുട്ടികൾ ട്രെയിനിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞു മരിച്ചു. എന്താ കാരണം? ഈ 2 കുട്ടികളും പാട്ടും ചെവിയിൽ തിരികിയിട്ട് മ്യൂസിക് ആസ്വദിച്ചുകൊണ്ട് റെയിൽ പാളത്തിന്റെ ട്രാക്കിലൂടെ നടക്കുകയാണ്. ബാക്കിൽ നിന്ന് ചൂളം വിളിച്ച് ട്രെയിന് വരുന്നുണ്ട്. അതാ തൊട്ടടുത്ത വീട്ടിലെ ഒരു സഹോദരി ഈ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ ഓടിക്കോ, മക്കളെ ചാടിക്കോ, ട്രെയിന് വരുന്നു. കേൾക്കണ്ടേ? ഉള്ളിലതാ ഡും 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 മ്യൂസിക്കാണ്, തകർപ്പൻ മ്യൂസിക്കാണ്. വിളിച്ചു പറയുന്നതുണ്ടോ? കേൾക്കുന്നു. ആ നിസ്സഹായിയായ സഹോദരിയുടെ മുമ്പിൽ വെച്ചതാ ഈ 2 കുട്ടികൾ ട്രെയിൻ കയറിയിട്ട് ചതഞ്ഞരഞ്ഞു മരിക്കുന്ന കാഴ്ച ആ ഉമ്മ കാണുന്നു. പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തെല്ലാം ദുരന്തങ്ങൾ ഇനിയും വരാനിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിച്ചോ, നന്നായി ശ്രദ്ധിച്ചോ. മക്കൾ ഇതും കൊണ്ടാണ് നടക്കുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത, അല്ലാഹുവേ, നീ അയച്ച ഖുർആനിൽ, നീ ഞങ്ങൾക്ക് ഇറക്കിത്തന്ന ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നീ ഞങ്ങളിലേക്ക് അയച്ച റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു ഉളുവോടുകൂടി വൃത്തിയായിക്കൊണ്ട് കിടന്നുറങ്ങേണ്ടുന്ന നമ്മുടെ മക്കളതാ ഉറക്കം പിടിക്കുവോളം അവരുടെ കാതുകളിൽ അല്ലാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുള്ള സംഗീതം ആസ്വദിച്ചുകൊണ്ടല്ലാതെ ഉറങ്ങാൻ കിടക്കുന്നില്ലെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ, ഈ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി വരുമോ അതോ നമുക്ക് പ്രതികൂലമായി അല്ലാഹുവിന്റെ മുമ്പിൽ സംസാരിക്കുമോ? ഈ മക്കള് പറയും, നമ്മൾ നന്നാക്കാത്ത നമ്മുടെ മക്കള് പറയും, എന്ത്? അല്ലാഹുവേ, കാണിച്ചതായി വരെ ഞങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാത്ത, ഞങ്ങൾ നേർവഴിയിലേക്ക് നയിക്കാത്ത, ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണമായ ആരൊക്കെയുണ്ടോ നീ അവരെ ഒന്ന് കാണിച്ചതായോ? അരിനല്ലതൈനി അവല്ലാനാമിനൽ ജിന്നി വല്ലിൻസി നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. വളരെ ഗൗരവത്തോടെ അല്ലാഹു പറയുകയാണ്, മനുഷ്യന്മാരവിടെ വെച്ച് അവര് പഴക്കാൻ കാരണക്കാരായ ആരൊക്കെയുണ്ടോ അവരെ ഒന്ന് കാണിച്ചു താന്ന് റബ്ബിനോട് പറയും. എന്തിനാ കാണിച്ചു തരുന്നത്? ഞങ്ങൾ അവരുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്ന് ചാടി ഞങ്ങളുടെ ദേഷ്യം തീർക്കട്ടെ, കാലിനടിയിൽ അവരെ ഇട്ടൊന്ന് ചവിട്ടി അരക്കട്ടെ. നാം വളർത്തിയ നമ്മുടെ മകള്, നാം വളർത്തിയ നമ്മുടെ മക്കള് നാളെ പരലോകത്ത് ആ ഒരവസ്ഥ നമുക്ക് സഹിക്കുമോ ഉമ്മമാരെ? സഹിക്കുമോ സഹോദരിമാരെ? സഹിക്കുമോ സഹോദരന്മാരെ? അതുകൊണ്ട് ചെയ്യേണ്ടത് പരലോകത്ത് വെച്ചല്ല. പരലോകം അമലിന്റെ ലോകമല്ല, അത് പ്രതിഫലത്തിന്റെ നാളും ലോകവുമാണ്. അമല് ചെയ്യേണ്ട ലോകം ദുനിയാവ് തന്നെ. ഇവിടെ വെച്ച് വേണ്ടത് വേണ്ടപ്പോൾ ചെയ്തോളൂ. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ വിഷയമാണ്, വല്ലാത്തൊരു ദുരന്താണ്. മൊബൈലുകളും അതുപോലെ തന്നെ ഇന്റർനെറ്റ് കഫേകളും ആ രൂപത്തിലുള്ള സംവിധാനങ്ങളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ ജനങ്ങൾ അതിലേക്കാണ്. പെണ്ണിന്റെ നഗ്നത വിറ്റ് കാശാക്കല എല്ലാവർക്കും പണി. ശൈത്താൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ പണി എന്താ? പെണ്ണിന്റെ നഗ്നത വെളിവാക്കുക. ജ്വല്ലറിക്കാരനും വേണം പെണ്ണ്, വസ്ത്രവ്യാപാരിക്കും വേണം പെണ്ണ്. ഒരു ബക്കറ്റ് ചെലവാകണമെങ്കിൽ ഒരു പെണ്ണ് വേണം, ഒരു മൊട്ടുസൂചി ചെലവാകണോ ഒരു പെണ്ണ് വേണം, കാറിന്റെ പരസ്യത്തിൽ പെണ്ണ്, ഏതും ചെലവാകണോ പെണ്ണ് വേണം. ഇനി പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ചരക്കാണോ ചെലവഴിക്കേണ്ടത്, എന്നാലും പരസ്യത്തിൽ പെണ്ണെന്നെ. എന്താ അതുകൊണ്ടേ സംഗതി നടക്കൂല. എവിടെയും ആണുങ്ങളല്ല, സെയിൽസ് ഗേളുമാരാണ്. അവരുണ്ടായാലേ കച്ചവടം നടക്കൂ. പെണ്ണിനെ പ്രദർശിപ്പിക്കുക, പെണ്ണിന്റെ നഗ്നതാ പ്രദർശനം. ഓ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ നിയമങ്ങൾ
അനുസരിക്കുന്നവർ, യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ ഞങ്ങളെയുള്ളൂ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ദിവസേന ഇറക്കുന്ന മാധ്യമം പത്രത്തിൽ മോശപ്പെട്ട ഇപ്പോഴും പെണ്ണിന്റെ നഗ്നത വിറ്റുകൊണ്ട് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുകയാണ്. കണ്ടോ, ഇത് ഇന്നത്തെ പത്രമാണ്, ഇത് ഇന്നത്തെ മാധ്യമം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമം, ആ മാധ്യമത്തിന് കണ്ടോ, ഇന്നത്തെ ഡേറ്റാണ് നവംബർ 7. നവംബർ 7ന്റെ ഡേറ്റിൽ കണ്ടോ, എനിക്ക് കാണിക്കാൻ വിഷമമുണ്ട്, ഒരർദ്ധനഗ്നയായ പെണ്ണിന്റെ പരസ്യം കൊടുത്തിരിക്കുകയാണ്, സാരിയുടെ പരസ്യത്തിന് വേണ്ടിയിട്ട്. ഇവരാണോ ഇസ്ലാം പറയുന്നത്? ഇവരാണോ അള്ളാഹുവിന്റെ വിധിക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് സലഫികളെന്നും ഞങ്ങളാണ് ഇസ്ലാമിന്റെ സമ്പൂർണ്ണ വക്താക്കളെന്നും അവകാശപ്പെടുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ? അവർക്കെന്ത് ദീന്? അവരതാ തെരഞ്ഞെടുപ്പ് ഒരു കാലഘട്ടത്തിൽ നിഷിദ്ധമായിരുന്നു, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിൽ അവർ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി, ആണും പെണ്ണുമൊക്കെ. വോട്ടുപിടുത്തം നടന്നു, കുതികാൽവെട്ടുകൾ നടന്നു, കള്ളവോട്ടുകൾ വരെ അവരുടെ പേരിൽ ചെയ്തു എന്ന് പത്ര റിപ്പോർട്ടുകൾ. പലർക്കും പലയിടത്തും പല രൂപത്തിലുള്ള പ്രശ്നങ്ങൾ. എന്തെല്ലാം സലഫികളെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് രാഷ്ട്രീയ ശിർക്കിന്റെ കുളിമുറിയിൽ കയറി നഗ്നരായി നിൽക്കുകയാണവർ. മനസ്സിലാക്കണം എവിടേക്കാണ് എത്തി നിൽക്കുന്നത്. അമ്പലങ്ങളിൽ പോയിട്ടാ നോമ്പുതറ നടത്തുന്നത് ഇമാമുമാര്. ഇവരെന്ത് ഇമാമുമാരാണ്? അമ്പലങ്ങളിൽ പോയിട്ട് നോമ്പുതറ സംഘടിപ്പിക്കുക എങ്കിൽ പള്ളികളിൽ നിന്ന് പുറത്തുനിന്ന് ആ കാര്യവും ആവശ്യപ്പെട്ടാൽ അരുതെന്ന് പറയാൻ പറ്റുമോ? മതസൗഹാർദ്ദം എന്നൊന്നും പറയുന്നത് അമ്പലങ്ങളിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കലോ പള്ളിയിൽ ഹിന്ദുക്കൾ വന്ന് പ്രാർത്ഥിക്കലോ അല്ല സഹോദരന്മാരെ. മനുഷ്യന്മാര് പരസ്പരം സ്നേഹം വേണം, ഹിന്ദുവായാലും മുസ്ലിമായാലും. നമ്മുടെ അയൽവാസി ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും അവന്റെ വീട് ചോർന്നൊലിക്കുന്നുവോ, അവന്റെ മക്കൾ പട്ടിണി കിടക്കുന്നുവോ, മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കണം. ഒരു മുസ്ലിമിന്റെയും മനസ്സിൽ ഒരു ഹിന്ദു പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ സന്തോഷമില്ല. ഒരു ഹിന്ദുവായ സഹോദരൻ രോഗിയായി കിടക്കുകയാണ്, ആസ്പത്രിയിൽ പോകാൻ ആ പാവത്തിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ മുസ്ലിമിന്റെ മനസ്സ് വേദനിക്കുന്നു. ആ സഹോദരനെ കൊണ്ടുപോയി ചികിത്സിക്കണം. ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് ഒരു ഹൈന്ദവ സഹോദരനും കുടുംബവും ഉറങ്ങുന്നതെങ്കിൽ മുസ്ലിമിന്റെ മനസ്സ് വേദനയില്ലേ? ആ വീട് കെട്ടുമേഞ്ഞു കൊടുക്കാനും അവന് ചോർന്നൊലിക്കാതെ കിടക്കാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയൽവാസിയുടെ മതം നോക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചാഹരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽക്കാരന്റെ മതം നോക്കാൻ പറഞ്ഞിട്ടില്ല, അയൽക്കാരന്റെ ജാതി നോക്കാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് മതസൗഹാർദ്ദം, മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ അതൊന്നുമല്ലാതെ വേറെ ചില ആളുകൾ ഇപ്പൊ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ? അമ്പലങ്ങളിൽ പോയിട്ട് എല്ലാ ഉത്സവങ്ങളിൽ നമ്മൾ പങ്കെടുക്കുക, നമ്മളെ പള്ളിയിലൊക്കെ അവരും വരിക, നമ്മളെ ആണ്ട് നേർച്ചയും ഉറൂസും ഒക്കെ ഉണ്ടാവുമ്പോ അവരും സ്വീകരണം നൽകുക, അവരും വരിക പങ്കെടുക്കുക. ഇങ്ങനെ ആചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകുത്തും കൊണ്ടും കൊടുക്കും എന്ന സമ്പ്രദായം ഇത് ഇസ്ലാമല്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ വിശ്വാസമുണ്ട്, ഹിന്ദുവിന് ഹിന്ദുവിന്റെ വിശ്വാസമുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസവും ആചാരവും സ്വീകരിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആരും ഒരാളുടെ പ്രവൃത്തികളിൽ ഇടപെടാൻ പാടില്ല, ആരും ഒന്നിനെയും ആക്രമിക്കാൻ പാടില്ല. ഒരു ക്ഷേത്രവും ആക്രമിക്കപ്പെട്ടുകൂടാ, ഒരു ക്രിസ്ത്യൻ പള്ളിയും തകർക്കപ്പെട്ടുകൂടാ, ഒരു മുസ്ലിമിന്റെ പള്ളിയും തകർക്കപ്പെട്ടുകൂടാ. ഓരോരുത്തരും അവരവരുടെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കട്ടെ. മനുഷ്യർ തമ്മിൽ സ്നേഹത്തിലും കഴിയട്ടെ. ഓരോരുത്തർ അവരെ വിശ്വാസത്തിൽ പോയിക്കോട്ടെ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ക്ഷേത്ര കമ്മിറ്റി അവരിങ്ങോട്ട് ഇവരങ്ങോട്ട് ആണ്ടുനേർച്ച അങ്ങോട്ട് പകുത്തൊക്കെ കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ പോവുക. ഇതല്ല ഇസ്ലാം. ഇത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതിനാർക്കാ തകരാറ്? ആരും ആരെയും ആക്രമിക്കണ്ട, ആരും ആരെയും ആ രൂപത്തിൽ ഒന്നുമില്ല. എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കട്ടെ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച്. പക്ഷേ ഒരു മുസ്ലിം അവന്റെ ഐഡന്റിറ്റി തകർത്തുകൊണ്ടുള്ള ഒരു സൗഹാർദ്ദത്തിന് പോകണ്ട. അത് സൗഹാർദ്ദമല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായ നിലക്കുള്ള ഒരു പ്രവൃത്തിയും ഒരാചാരവും ഒരു വിശ്വാസവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹം നീങ്ങുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുകയാണ്. അതുകൊണ്ട് നഗ്നതാ പ്രദർശനമാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ